ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീ തുഭ്യം നമോ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോപസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദതമുരിചടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ച് ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു ശബ്ദത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനുമുര ചെയ്താൻ വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലോ ഇല്ലെന്തോരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലേത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്ത്രം കാലും തലയുമില്ലതാനും രക്ഷസു പിടിച്ചുടൻ മരിക്കും ഭക്ഷിക്കും മുൻപേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായത് കുമാരാ നാം കൽപ്പിതം ദാതാവിനാലെന്നാലത് വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമകന്നൊരു ലക്ഷ്മണനോട് ചെയ്താൻ പോരും വ്യാകുല ഭാവമെന്തിനു വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായില്ലതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരംഗബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചോദിച്ചുടനുത്തരമുര ചെയ്യരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരണിവൻ മമ ലക്ഷ്മണൻ എന്നു നാമം. സീതയെന്നുണ്ട് മമ ഭാര്യയായൊരു നാരി. ഓ ഇത് ഞങ്ങൾ നായാട്ടിന്നത് നേരമതിമായ വിനിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ.
കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ വിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ട് തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരുടോ വികൃത രൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും, നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിലാ മാറുകാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൂരു ഗന്ധർവനഹം. രൂപയൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീ ജനമനോധൈര്യവും ഭരിച്ചതി. സുന്ദരനായ ഒരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചതും രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ള ഒരു നീരാക്ഷസനായി പോകുന്നവൻ പോകുന്നാൻ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ശതശ്രേതായുഗേ വന്നവതരിച്ചു നിൻപാകളറുക്കുന്നാൾ വന്നീടുമല്ലോ ശാപമോക്ഷവും നിനക്കടു. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താവേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞെടുത്തേനതിരൂക്ഷാ ശതകോടിയാൽ തലയറുത്തു ശതമഹൻ. വജ്രമേറ്റിട്ടും മമ വന്നീലമരണ സംഭവൻ മമ തന്നോരു വരത്തിനാൽ വധ്യനല്ലായ മൂലം. വൃദ്ധിക്ക് മഹേന്ദ്രനുത്തമാങ്കത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലാക്കിയ ശേഷം ഹസ്തയുഗ്മോപരിയോജനങ്ങളാൽ വർദ്ധിച്ചിടുന്നീനത്ര. വൃത്തിക്ക് ശക്രാജ്ഞയ സത്സഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ. വക്രേണ ഭക്ഷിച്ച് ഞാൻ വർദ്ധിച്ചേനിത്ര നാളും ഉത്തമോത്തമ. രഘുനായകാദയാനിധേ വാഹിനിയും ജ്വലിപ്പിച്ച് ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മാർഗമൊക്കവേ ചൊല്ലിടുവൻ. മേദിനി കുഴിച്ച് അതിൽ ഇന്ധനങ്ങളെ വിട്ടു വീതിഹോത്രണേ ജ്വലിപ്പിച്ചത് സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം അദ്ദേഹത്തിങ്കൽ നിന്നും ഉസ്തിസ്ഥനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മുന്നൊരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ദ വിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികള കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കബന്ധസ്തുതിയാണ് ഇനി വായിക്കാൻ പോകുന്നത്. എല്ലാവരും ഭക്തിയോടെ പ്രാർത്ഥിക്കുക. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തോ ഒരു മഹാമോഹം. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങൾ അകന്നാനന്ദമുദിക്കണം.
ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതി സൂക്ഷ്മമായ ഒരു ഭവദ്രൂപം സുവിക്തഭാവേന ദേഹദയ വിലക്ഷണം ദുഗ്രൂപമേക മന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യ അനാരിമകമാകയാൽ ജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവൃതേരിക്തം മങ്കിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവീക്ഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജനം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷൻ അതിസ്ഥൂലം ഭാവനാ വിഷയമായി ഒന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യവ്യക്ത സ്ഥൂലദേഹ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷൻ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ. 14 ലോകവും നൂനം പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥാദേഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരു കണാണ്ടങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭീതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ടദേശം ദേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശംഖദേശം തേ തപോലോകമങ്ങതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം ദേ പുരുഷോത്തമ ജഗൽ പ്രഭോ സദാമാത്രകാമീഖജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദേ ദിക്കുകൾ കർണങ്ങളും അശ്വകൾ നാസികയും വക്രമായതു വഹിനി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭൃംഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതും രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദ്രംഷ്ടങ്ങൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി വാമായ വാസനാ സൃഷ്ടിസ്തവഭാംഗമോക്ഷമാണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷദൗഷധങ്ങൾ ദേ രോമങ്ങളാകുന്നതും തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസെന്നറിയണം പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവകാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമിദ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ
ഇക്കാലമിതിൽക്കാളും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാവേഷകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിചിന്നന്തം ജാനകീ സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജം മനോഭവസമം മാനസേ വസിപ്പതിനാലയം ചിന്തിക്കുന്നേ ഭാനുവംശോദ്ഭൂതനാം ഭവാൻ നമോ നമഃ. സർവജൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യൻ പരമേശ്വരിയോടും കൂടി നിന്നിരുവടിയെയും ധ്യാനിച്ചു കൊണ്ട് കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യാർത്ഥമായി. തത്രൈവ മുമുക്ഷങ്ങളായുള്ള ജനങ്ങൾക്കോ തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞു പ്രദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢാത്മാർഭവതത്വത്വമെങ്ങനെ അറിയുന്നു. മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തകാരി രാമഭദ്രായ പരമാത്മനേ നമോ നമഃ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമഃ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിധേ. നിൻമഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജവിലോചന സന്തതം നമസ്കാരം. യുദ്ധമർദ്ദിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായ വസ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം അവ സേനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനി മൽപ്രസാദത്തിലാലടോ. അത്രയുമല്ല പുത്രര പുനരനുഗ്രഹിപ്പാൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്ക് മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കധിപതനമിനി വരായി. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാ മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരിതപസ്വിനി തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായെപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിവക്തയാൽ അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഹരേ ഹരേ. ഗന്ധർവനേവം ചൊല്ലി പറഞ്ഞു. ഒരനന്തരം സന്തുഷ്ടന്മാരായ ഒരു രാമലക്ഷ്മണന്മാരും ഘോരമാമനത്തോടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന ശബര്യാശ്രമഭാഗം ബുക്കാൻ സംഭ്രമത്തോട് പ്രത്യുദ്ധായ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാംബൂരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാല പൂജിച്ചുതൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതോ രാജീവനേത്രന്മാരും രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു
ചൊന്നാളവൾ. ധന്യായി വന്നീനഹമിന്നു പുണ്യാതിരേകാലം എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ട് കാണാൻ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവர்களுം എന്നോട് ചൊന്നാരവരേതുമേ ഗതിയാതെ. ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യ പന്നകശായി പരപുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസപദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനായിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീടും ഇവിടെ രാഘവനെന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കെന്നു വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാത ഹീനജാതികളിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കഴൽ ഇണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഉൾക്കമലത്തിലറിയേ പോക ദയാനിധേ. രാഘവനത് കേട്ട് ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമങ്ങളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രേ. ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്ഥാനാദിതമോദാന വേദാധ്യായന ക്ഷേത്രോപവാസയാഗാദ്യാഗല കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നീ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം. പിന്നെ മച്ചോവാഖ്യാതൃത്വം മൽകലാജാതാചാര്യോപാസന. അഞ്ചാമതും പുണ്യശീലത്വം യവനീയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത്. ആറാമതും തന്മന്ത്രോപാസകത്വം. ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ട് ധരിച്ചു കൊള്ളുക നീ. സർവഭൂതങ്ങളിലും വന്മതിയുണ്ടാകുകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസക്തീകൃതവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കുകയും മത്തത്വ വിചാരം കേളൊമ്പതാമത് ഭദ്രേ. ചിത്തശുദ്ധിക്കുമൂലമാതി സാധനം നൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരുഗ്യോനി ജനങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനീ മർദ്യനുത്തമ തവോദനി. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ ഭക്തി ഉണ്ടാക കൊണ്ട് കാണായി വന്നിതു തവ
മുക്തിയും അടുത്തിതു നിനക്ക് തപോധനെ. ജാനകി മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാനീത സീതാമൽ പ്രിയ മനോഹരി. രാവണവാക്യമേവം കേട്ടോരു ശബരിയും ആകുലമകലുമാറാതരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടതു ദിവ്യദൃശ തണ്ടല്ലൻ മകളെ ഞാൻ. മുമ്പിലാമാറ് കുറഞ്ഞൊന്ന് തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ വശ്യ പർവ്വതവര വൃശ്യമൂകാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രിമാളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായന ദിനം. ബാലിക്ക് മുനിശാപം പേടിച്ച് ചെന്നുകൂടാ പാലനം ചെയ്തു ഭവാനവനീ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനെത്രേവമീ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടമുക്ത ദേഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കലിന്നവർക്കെത്തിയിടും മുക്തി നിജജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കോ ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ തന്ത്രധ്യാന കർമാദികളും ദൂരസന്ധ്യജിച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമൻ ചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും. ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മീക്ഷണേ. ഇതമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായ ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽദാനം പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളന്നിരുന്നരുളിന. ഇത്യധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.
കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമേത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.